ഞാൻ ബീച്ചിലിരിക്കാൻ നേരത്തെ ഈ ഒരു അപ്പൂപ്പൻ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ വീട്ടിൽ നിന്ന് മക്കൾ ഇറക്കിയിട്ട് ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാമോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. ബാക്കി നമുക്ക് അപ്പൂപ്പൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. അതെ, ഞാൻ 11 കൊല്ലം ദുബൈയിൽ നിന്ന് 8 കൊല്ലം മസ്കറ്റിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതല്ല എൻ്റെ ഭാര്യയുടെ വില. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി, വീടൊക്കെ വെച്ച്. ഞാൻ നാട്ടിൽ വന്നപ്പോ എൻ്റെ ബാലൻസ് ഇല്ലാന്ന് ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ മൂത്ത് വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ പ്രതികരിച്ചു. അന്നേരം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോന്നു. മക്കളൊക്കെ എന്താ? വിപ്ലവം എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ, ഡിപ്ലോമ. അത് ഇപ്പൊ എറണാകുളത്ത് ഒരു വലിയ ഓഫീസിൽ ജോലി ചെയ്യാ. അനന്തു ആർ ദേവ്. മോള് ഇന്ത്യ ഓഫീസസ് ബാങ്കില്, മരുമോൻ ചാത്തന്നൂരത്തിന്റെ ഓഫീസിൽ. പിന്നെ മോന് വേണ്ടി ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ ഭാര്യയുടെ കാലശേഷം അവനാ പള്ളിമുക്കി മോക്ക് മേടിച്ച്. ഞാനിങ്ങനെ ജീവിക്കുന്നു, പോട്ടെ, എല്ലാം ശരിയാവും. ഈ ആവരുത്. അവരുടെ ജീവിതം വളർന്നു വരണം, ഞാൻ അവരെടുക്ക പോരുത്. നിങ്ങളെപ്പോലുള്ള മക്കളില്ലേ എനിക്ക്. ശരി, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നാളെ അവർക്ക് ഈ ഗതിയോടെ വരാതിരിക്കട്ടെ. ഞാൻ ശവിക്കത്തില്ല, പാടില്ല. ഉണ്ടോ അങ്ങനെ ചെയ്യണോ? ഒരിക്കലും ഇല്ല. പോട്ടെ, ശരി, ഓക്കെ. എപ്പോഴെങ്കിലും കാണാം. ഇനിയും നമുക്ക് എന്തെങ്കിലും മീറ്റ് ചെയ്യാം.